കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച വിസിമാർ അയോഗ്യർ തന്നെയെന്ന് രാജ്ഭവൻ. വിസിമാർ അയോഗ്യർ തന്നെയെന്ന് ഹിയറിംഗിന് ശേഷം ഗവർണറുടെ അഭിപ്രായം ഉണ്ടായി. വിസിമാർ തുടരാൻ അർഹരല്ലെന്ന് UGC പ്രതിനിധികൾ ഹിയറിംഗിൽ വ്യക്തമാക്കി. ഓപ്പൺ സർവകലാശാല വിസിയുടെ രാജി അംഗീകരിക്കുന്നില്ലെന്നും രാജ്ഭവൻ അറിയിച്ചു. തുടർ നടപടികൾ UGC അറിയിപ്പ് ലഭിച്ച ശേഷം ഉണ്ടായേക്കും. ഹൈക്കോടതി ഉത്തരവ് പ്രകാരമാണ് ഗവർണർ 4 വിസിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതനുസരിച്ച് കഴിഞ്ഞ 24-ന് രാജ്ഭവനിൽ ഹിയറിംഗ് നടന്നത്. സർവകലാശാല ചാൻസലർ കൂടിയ ഗവർണറെ കൂടാതെ UGC ജോയിന്റ് സെക്രട്ടറി, UGC സ്റ്റാൻഡിംഗ് കൗൺസിൽ, ഗവർണറുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ, രാജ്ഭവൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്നിവർ ഹിയറിംഗിൽ പങ്കെടുത്തിരുന്നു. ഈ ഹിയറിംഗിന് ശേഷമാണ് കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ച വിസിമാർ അയോഗ്യർ തന്നെയെന്ന് രാജ്ഭവൻ വിലയിരുത്തുന്നത്. വിസിമാർ തുടരാൻ അർഹരല്ലെന്നും UGC പ്രതിനിധികൾ ഹിയറിംഗിൽ വ്യക്തമാക്കി. UGC അറിയിപ്പ് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് രാജ്ഭവന്റെ നീക്കം. ഹിയറിംഗിനെത്താതെ രാജിക്കത്ത് നൽകിയ ഓപ്പൺ സർവകലാശാല വിസി ഡോക്ടർ മുബാറക് പാഷയുടെ രാജി അംഗീകരിക്കില്ലെന്നും രാജ്ഭവൻ അറിയിക്കുന്നു. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ സജീവ് ഗോപിനാഥ് നേരിട്ട് ഹാജരായി. കാലിക്കറ്റ് സർവകലാശാല വിസി ഡോക്ടർ MK ജയരാജിനെ പ്രതിനിധീകരിച്ച് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നേരിട്ട് ഹാജരായി. സംസ്കൃതം വിസി ഡോക്ടർ MV നാരായണന് പകരം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഓൺലൈനായി ഹാജരായിരുന്നു. ജനം, തിരുവനന്തപുരം.